മുൾമുടി നെറ്റിത്താരിലാഴ്ന്നുപോ. കൊടിയ അപമാനത്തിൻ്റെ കടഞ്ഞെടുത്ത അടയാളമാണ് കുരിശ്. അതിൻ്റെ തൂക്കം അവൻ്റെ ശാരീരിക ശക്തി ചോർത്തിക്കളഞ്ഞു. അവൻ്റെ ശരീരത്തെ കുത്തിപ്പറിക്കുന്ന രീതിയിൽ സർവാംഗം അടിയേറ്റ വേദനയോടെയാണ് അവൻ കുരിശ് ചുമക്കുന്നത്. കുരിശ് ഭാരത്താൽ ഒരു ഇഞ്ച് പോലും നടക്കാൻ അവനാകുന്നില്ല. എങ്കിലും സഹന വഴിത്താരയിലെ ഭാരത്തെ അവൻ ഹൃദയം കൊണ്ട് താങ്ങുകയാണ്. അവൻ്റെ ഹൃദയം കൊണ്ടുള്ള ആ ഏറ്റെടുക്കൽ കുരിശിൻ്റെ ഭാരത്തെ ഭാരമില്ലാതെയാക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയം നുറുങ്ങിയുള്ള ആ ഏറ്റെടുക്കലിൻ്റെ അർത്ഥത്തെയാണല്ലോ നാം ശരിക്കും ജീവിതമെന്ന് വിളിക്കുന്നത്. സ്നേഹിത, നാഥൻ കാൽവരിയിൽ നിന്റെ ജീവിതത്തിന് നൽകുന്ന നിർവചനത്തിന് സാക്ഷ്യം നൽകുന്നതാകട്ടെ എതിർജീവിതത്തിലെ ഏത് സാഹചര്യവും. ഇതിനെ എതിർസാക്ഷ്യം നിൽക്കുന്ന ശീലങ്ങളാവാം, പ്രവൃത്തികളാകാം, മനോഭാവങ്ങളാവാം, ദുശീലങ്ങളാവാം. ഇവയെല്ലാം ഈശോയുടെ മുറിവേറ്റ മുഖത്തെ ധ്യാനിച്ച് നമുക്ക് ഉപേക്ഷിക്കാം. വൈകുന്ന ഓരോ നിമിഷവും അവൻ ചുമക്കുന്ന കുരിശിൻ്റെ ഭാരം നിന്റെ ജീവിത സാഹചര്യങ്ങൾ വഴി കൂടാനിടയുണ്ട് എന്നുള്ളത് ആഴത്തിൽ നമുക്ക് വിചിന്തന വിഷയമാക്കണം. നാഥൻ്റെ സഹനത്തിന് കൈത്താങ്ങാകാൻ ഈ നോമ്പിൽ നിന്നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുൾമുടി നെറ്റിത്താരിലാഴ്ന്നുപോ. കൺകളിൽ ചോര